തിരുവനന്തപുരം ജില്ലയിൽ 19 ഏരിയ കമ്മിറ്റികളാണ് ഉള്ളത്. അതിലെ 17 സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചു. ഇന്നും നാളെയുമായിട്ട് 2 സമ്മേളനങ്ങൾ കൂടി കഴിയുമ്പോൾ ജില്ലയിലെ എല്ലാ സമ്മേളനങ്ങളും പൂർത്തീകരിക്കുകയാണ്. നടന്ന 17 സമ്മേളനങ്ങളിൽ മംഗലപുരം സമ്മേളനത്തിലാണ് ഇത്തരമൊരു വാർത്ത വന്നിട്ടുള്ളത്. മംഗലപുരം സമ്മേളനം വളരെ സമാധാനപരമായിട്ട് പൂർത്തീകരിക്കുകയാണ് ഉണ്ടായത്. മംഗലപുരം സമ്മേളനം കഴിഞ്ഞ് അവിടെ ഏരിയ സെക്രട്ടറി ആയിരുന്ന മധു പിന്നീട് ഇറങ്ങിപ്പോയി എന്നും പാർട്ടിക്ക് എതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തതായിട്ട് മാധ്യമങ്ങളിലൂടെ ശ്രദ്ധയിൽപ്പെട്ടു. അവിടെ യഥാർത്ഥത്തിൽ ആ കമ്മിറ്റിയുടെ പാനൽ വച്ചത് മധുവാണ്, പഴയ സെക്രട്ടറിയാണ്. ജില്ലാ സമ്മേളന പ്രതിനിധികളുടെ പാനൽ വെച്ചത് മധുവാണ്. ഇത് രണ്ടും കഴിഞ്ഞ് ഞങ്ങളുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സെക്രട്ടറിയെ തെരഞ്ഞെടുക്കുന്നതിന് ഒരു രീതിയുണ്ട്. ആ രീതിയാകട്ടെ ഒന്നുകിൽ യുനാനിമസ് ആയിട്ട് സെക്രട്ടറിയെ കമ്മിറ്റി തെരഞ്ഞെടുക്കും, ഇല്ലെങ്കിൽ കമ്മിറ്റിയിൽ മറ്റൊരു അഭിപ്രായം കൂടി വന്നാൽ അതിന് ഏതാണ് മുൻതൂക്കം എന്നുള്ളത് പരിശോധിക്കും. മംഗലപുരത്തെ സംബന്ധിച്ചിടത്തോളം ഏരിയ കമ്മിറ്റി യോഗം ചേർന്നപ്പോൾ രണ്ടാമത് ഞാൻ പറഞ്ഞതാണ് സംഭവിച്ചത്. അവിടെ ഒരു പേര് കൂടി വന്നു സെക്രട്ടറി ആയിട്ട്. അപ്പോൾ സ്വാഭാവികമായി ജനാധിപത്യപരമായി അതിനകത്ത് പരിശോധന നടത്തണം. അങ്ങനെ പരിശോധന നടത്തിയപ്പോൾ ഇപ്പോഴും സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട ജലീലിനാണ് ഭൂരിപക്ഷം ഉണ്ടായത്. അപ്പോൾ ഭൂരിപക്ഷം കിട്ടിയ ആള് സെക്രട്ടറി ആവുക എന്നുള്ളത് ഞങ്ങളുടെ പാർട്ടിപരമായിട്ടുള്ള തത്വമാണ്. ആ തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജലീൽ സെക്രട്ടറി ആയത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം മധു ഇറങ്ങിപ്പോയി എന്നും പിന്നീട് പാർട്ടിക്കെതിരായിട്ടുള്ള വർത്തമാനം അയാളെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും പറയുന്നത് തികഞ്ഞ അവാസ്തവമായിട്ടുള്ള കാര്യമാണ്. അത് ഈ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം തികച്ചും തെരഞ്ഞെടുപ്പ് പാർട്ടി സെക്രട്ടറിയായി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഒരാൾ ഇങ്ങനൊരു അപവാദ പ്രചരണം നടത്തേണ്ടെന്ന് ആവശ്യമില്ല. അപ്പോൾ തികച്ചും സത്യവിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ് ഇന്നലെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറഞ്ഞത്. ഇപ്പോൾ ഇന്നലെ തന്നെ ഞങ്ങൾക്കത് നിഷേധിക്കാമായിരുന്നു. പക്ഷെ ഞങ്ങളുടെ ഒരു രീതി വെച്ചിട്ട് പാർട്ടി കമ്മിറ്റി ആലോചിക്കുക. ഇത്തരം ചില സംഭവങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഖാവ് ആനാവൂരിന്റെ കൂടി സാന്നിധ്യത്തിൽ ഞങ്ങൾ യോഗം ചേർന്ന് പത്രക്കാരെ കാണാനും അവിടെ ഇന്നലെ നടന്ന സംഭവങ്ങൾ വിശദീകരിക്കുവാനുമാണ് തീരുമാനിച്ചത്. സ്വാഭാവികമായിട്ട് ഒരു ചർച്ച അക്കാര്യത്തിൽ വരും. മധുവിന്റെ നിലപാടിനെ സംബന്ധിച്ച് പാർട്ടിക്ക് വ്യത്യസ്ത അഭിപ്രായമാണുള്ളത്. ലീഡർഷിപ്പ് അക്കാര്യത്തെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് മാത്രമായിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഉപരി കമ്മിറ്റിയുമായിട്ടെല്ലാം ആലോചിച്ച് അത് യഥാസമയത്ത് അറിയിക്കും. അദ്ദേഹം പാർട്ടി വിടുകയാണെന്നാണ് ഇന്നലെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരാൾക്കെതിരെ പാർട്ടി എങ്ങനെയായിരിക്കും അത് കൈകാര്യം ചെയ്യാൻ പോകുന്നത്? സ്വാഭാവികമായും ഇത്തരം കാര്യങ്ങളിൽ വളരെ ശരിയായ നിലപാട് തന്നെയായിരിക്കും പാർട്ടി സ്വീകരിക്കുക. പക്ഷേ ഇത്തരം കാര്യങ്ങൾ ഒരു തീരുമാനത്തിലേക്ക് ഞങ്ങളെത്തുമ്പോൾ പാർട്ടി സ്റ്റേറ്റ് നേതൃത്വവുമായി ചർച്ച ചെയ്യേണ്ടതുണ്ട്. അവിടെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തീരുമാനത്തിലേക്ക് നിങ്ങൾ അറിയിക്കും. താങ്കൾക്കെതിരെ വ്യക്തിപരമായി തന്നെ ഒട്ടേറെ ആരോപണങ്ങൾ താങ്കൾ മത്സരിച്ചത് തോക്കാൻ വേണ്ടിയാണ്, പണപ്പിരിവിന് വേണ്ടിയാണ് താങ്കൾ മത്സരിച്ചത് തുടങ്ങിയ ആരോപണങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. എന്താണ് അതിനുള്ള മറുപടി? അതൊന്നും മറുപടി അർഹിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റേ അല്ല. അതിനൊന്നും മറുപടിയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ജീവൻ മരണ പോരാട്ടമാണ് ജോയിയെ മുൻനിർത്തിക്കൊണ്ട് നടത്തിയത്. ജോയ് ആ ദിവസങ്ങളിൽ 1-2 മണിക്കൂറായിട്ട് ഉറങ്ങിയിട്ടുണ്ടാവുക. തെരഞ്ഞെടുപ്പ് പരാജയം വരുമ്പോഴത്തേക്ക് സങ്കടപ്പെട്ട് വീട്ടിനകത്ത് കുത്തിയിരിക്കുക എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെ രീതിയല്ല. ജയപരാജയങ്ങളെ ഞങ്ങൾ ഒരേ രൂപത്തിലാണ് കാണുന്നത്. ഈ സമ്മേളനത്തിൽ പരാജയപ്പെട്ട ഒരു സ്നേഹിതന്റെ ആത്മവിലാപം എന്ന് വേണമെങ്കിൽ അതിനെ പറഞ്ഞ് നമുക്ക് അവഗണിച്ച് കളയാവുന്ന ഒരു കാര്യം മാത്രമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2685 ബ്രാഞ്ചുകളുണ്ട് ഞങ്ങളുടെ ജില്ലയിൽ. 2685 ബ്രാഞ്ച് സമ്മേളനങ്ങളും ഒരു മാസം കൊണ്ട് പൂർത്തിയാക്കിയ ജില്ലയാണ്. ഒരിടത്തും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഏതാണ്ട് 165 ലോക്കലുകളുണ്ട്, 185 ലോക്കലുകളുണ്ട്. ആ ലോക്കൽ സമ്മേളനങ്ങളിൽ ആകെ 1-2 സമ്മേളനങ്ങളിൽ മാത്രമാണ് വ്യത്യസ്തങ്ങളായിട്ടുള്ള അഭിപ്രായങ്ങൾ പോലും ഈ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉയർന്നു വന്നത്. അതൊക്കെ സ്വാഭാവികമാണ്. ഞങ്ങളുടെ പാർട്ടിക്ക് അതെല്ലാം സ്വാഭാവികമാണ്. ഇവിടെ 19 ഏരിയ ഉണ്ട്.
അതിൽ 17 ഏരിയ സമ്മേളനങ്ങളും നല്ല നിലയിൽ ഇന്നലെ മംഗലപുരം ലോക്കൽ ഏരിയ സമ്മേളനം നല്ല നിലയിലാണ് പൂർത്തീകരിച്ചത്. അവിടെ ഉദ്ഘാടനമുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷം പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. അതിനെക്കുറിച്ച് ചർച്ച നടത്തിയതിന് ശേഷം പുതിയ കമ്മിറ്റി തെരഞ്ഞെടുക്കുന്നതിന് വേണ്ടി പഴയ കമ്മിറ്റി ഒരു പാനൽ ഉണ്ടാക്കി. ആ പാനൽ ഏരിയ സെക്രട്ടറി അവതരിപ്പിച്ചു. ഏരിയ കമ്മിറ്റി പുതിയ സെക്രട്ടറി തെരഞ്ഞെടുക്കാൻ വേണ്ടി കൂടിയപ്പോൾ 2 പേരുകൾ വന്നു. അത് സ്വാഭാവികമാണ്. 2 or 3 പേരുകൾ വരാം. അങ്ങനെ പേര് വന്നാൽ ഏറ്റവും കൂടുതൽ ഏരിയ കമ്മിറ്റി മെമ്പർമാർ അനുകൂലിക്കുന്നത് ആരെയാണെന്ന് നോക്കിയിട്ട് അവരെ സെക്രട്ടറിയായിട്ട് നിശ്ചയിക്കുക എന്ന് പറയുന്ന ജനാധിപത്യപരമായിട്ടുള്ള മര്യാദ നമ്മൾ കാണിച്ചത്. അത് ഉൾക്കൊള്ളാൻ ഉള്ള രാഷ്ട്രീയമായിട്ടുള്ള കാഴ്ചപ്പാടോ വിവേകമോ സംഘടനാപരമായിട്ടുള്ള ശക്തിയോ ഇല്ലാതെ പോയ ഒരാളായിപ്പോയി ഈ മധു എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൽ നിന്ന് നമ്മളാരും ഇങ്ങനെ പ്രതീക്ഷിച്ചില്ല. 2 ടൈം പാർട്ടിയുടെ ഏരിയ സെക്രട്ടറി പ്രവർത്തിച്ച ഒരാളാണ്. ഇത്രയ്ക്കും കരുത്തില്ലാത്ത, സംഘടനാപരമായി രാഷ്ട്രീയ കരുത്തില്ലാത്ത ഒരാളാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ള പോരായ്മ ഞങ്ങൾ തന്നെ മനസ്സിലാക്കുകയാണ്. അതെ, ഇപ്പൊ വി ജോയ് സെക്രട്ടറി ആയ കാലഘട്ടത്താണല്ലോ ഇപ്പൊ ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ നമുക്ക് പിന്നീട് സംസാരിക്കാം. അതൊന്നും ഇപ്പൊ റിവീൽ ചെയ്യേണ്ട കാര്യമില്ല. അതെല്ലാം റിവീൽ ചെയ്യേണ്ട സമയത്ത് റിവീൽ ചെയ്യാം. ഓക്കെ, ഏതിൽ പോകുന്നതിനോട് നമുക്ക് യോജിപ്പൊന്നുമില്ല. ആർക്കും ഏതിൽ പോകാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. അതൊന്നും നമുക്ക് പിടിച്ചു നിർത്താനൊന്നും പറ്റുകയല്ല. ഏരിയ അതെ, ഞങ്ങൾക്ക് ലേശം ക്ഷീണം അക്കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക, ആര് പോയാലും ഒരാൾ പോലും മധുവിന്റെ കൂടെ സംശയമാണ്. ഒരാൾ പോലും ഉണ്ടാവില്ല. ഒരു സംശയം. അയാളുടെ മകൻ ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. ആ കൊച്ചൻ പോലും പോകുന്ന എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ പോയില്ല. ഞങ്ങൾ അതൊന്നും ഇപ്പൊ പറയേണ്ട കാര്യമില്ല. ഇപ്പൊ നമ്മള് അയാളുടെ പ്രശ്നം ഗൗരവത്തോടു കൂടി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ത് വേണമെന്നുള്ളത് പാർട്ടിയുടെ സംസ്ഥാന എന്തിനനുനയിപ്പിക്കണം മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു തീരുമാനം എടുക്കുക, സംഘടനാപരമായി തീരുമാനിക്കുക. അത്രയേ ഉള്ളൂ. അതെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് വരുന്നതല്ലേ. ഒന്നും കാര്യമൊക്കെ